കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേതാക്കൾക്കൊപ്പം വിവിധ മേഖലകളിലെ പ്രമുഖരെയും BJP കളത്തിലിറക്കും. സംഘപരിവാർ വോട്ടുകൾക്കപ്പുറം വോട്ടർമാരെ ആകർഷിക്കാൻ ശേഷിയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാനാണ് ശ്രമം. പകുതി മണ്ഡലങ്ങളിലെങ്കിലും പാർട്ടി പ്രതിച്ഛായയില്ലാത്തവരെ കണ്ടെത്താനാണ് ആലോചന. തൃശൂരിൽ നടൻ സുരേഷ് ഗോപി വലിയ സ്വീകാര്യത നേടിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷണം. രാജ്യസഭാംഗം കൂടിയായ ഒളിമ്പ്യൻ PT ഉഷയാണ് പരിഗണിക്കുന്നവരിൽ പ്രധാനി. ദേശീയ നേതൃത്വവും ഉഷയും സമ്മതം മൂളിയാൽ കോഴിക്കോട്ടാവും അവർ മത്സരിക്കുക. ജില്ലയുടെ പ്രഭാരി ചുമതലയുള്ള ശോഭ സുരേന്ദ്രനെയാണ് ഇവിടെ പരിഗണിച്ചിരിക്കുന്നത്. ഉഷ സ്ഥാനാർത്ഥിയായെത്തിയാൽ പാർട്ടിക്കപ്പുറത്തു നിന്ന് വോട്ട് ആകർഷിക്കാനാവുമെന്നാണ് വിലയിരുത്തൽ. ഉഷയില്ലെങ്കിൽ പരിഗണിക്കുന്നവരിൽ PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുണ്ട്. പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്ദന്റെ പേരും ആലോചിക്കുന്നു. കുമ്മനം രാജശേഖരൻ, PC ജോർജ് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. ഗായിക KS ചിത്ര സന്നദ്ധയായാൽ തിരുവനന്തപുരത്ത് പരിഗണിക്കാമെന്ന ആഗ്രഹം ചില നേതാക്കൾക്കുണ്ട്. പത്മ പുരസ്കാരം നേടിയവരുൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായവരെ പാർട്ടി നേതൃത്വം ബന്ധപ്പെടുന്നതായാണ് വിവരം. ക്രിസ്ത്യൻ സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സഭയ്ക്കുകൂടി സ്വീകാര്യയായവരെ കണ്ടെത്താനാണ് ശ്രമം. ആലപ്പുഴ തുഷാർ വെള്ളപ്പള്ളിക്ക് നൽകി പകരം വയനാട് ഏറ്റെടുക്കാനാണ് ധാരണ. അങ്ങനെയെങ്കിൽ ദേശീയ ഭാരവാഹികളായ AP അബ്ദുള്ളക്കുട്ടി, അനിൽ ആന്റണി എന്നിവരിൽ ആരെങ്കിലും പരിഗണിച്ചേക്കും. ദേശീയ നേതൃത്വം നടത്തിയ സർവേയിൽ കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സ്വീകാര്യതയുണ്ടെന്ന് കണ്ടെത്തിയതായി BJP നേതാക്കൾ പറയുന്നു. 30% വോട്ടാണ് കേരളത്തിൽ പാർട്ടി ലക്ഷ്യമിടുന്നത്. അയോധ്യ വിഷയത്തിൽ കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പ് ശ്രീരാമക്ഷേത്രം നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇല്ലാതെയായെന്നാണ് പാർട്ടി വിലയിരുത്തൽ. K സുരേന്ദ്രൻ നയിക്കുന്ന NDA പദയാത്രയോടെ സംസ്ഥാനത്ത് BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും എല്ലാ മണ്ഡലത്തിലുമെത്തും.